അടിച്ചു മോനെ. എന്തടിച്ചു എന്ന് ബൾബ് കിട്ടിയതിൻ്റെ സന്തോഷം കാണിച്ചതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഇപ്പോൾ ഒന്നല്ല പണ്ട് തൊട്ടേ എന്തെങ്കിലും ഒരു ട്രെൻഡ് വന്നാലും ട്രെൻഡ് തീർന്ന് അതെല്ലാം ആൾക്കാർ മറന്നും കഴിഞ്ഞിട്ട് പുതിയ ട്രെൻഡും കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്തെ ട്രെൻഡ് വന്നു കഴിയുമ്പോഴാണ് ഞാൻ ആ പഴയ ട്രെൻഡ് എടുത്തുകൊണ്ട് വരുന്നത്. ഇപ്രാവശ്യം അതിനൊരു മാറ്റമില്ല. ഈ ബൾബ് കൊണ്ട് മഷ്റൂം ഉണ്ടാക്കുന്ന വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡായപ്പോഴൊക്കെ ഞാൻ കാണുന്നുണ്ട്. എപ്പോഴൊക്കെ സ്ക്രോൾ ചെയ്യുന്നോ സാധനം കാണുന്നുണ്ട്, ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, ബൾബില്ലല്ലോ. അങ്ങനെ തപ്പി ഒരു ബൾബ് കണ്ടുപിടിച്ചു. അപ്പോഴാണ് അറിഞ്ഞത് അത് വർക്ക് ചെയ്യുന്ന ബൾബാന്ന്. വർക്ക് ചെയ്യുന്ന ബൾബ് പൊട്ടിച്ച് വെറുതെ എന്തിനാ? എങ്കിൽ പിന്നെ ഒരു ബൾബ് കേടാവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാത്ത പ്രാർത്ഥനയൊന്നുമില്ല. അങ്ങനെ എല്ലാ ട്രെൻഡുകളും അവസാനിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കും കിട്ടിയൊരു ബൾബ്. ഇപ്പം ഞാൻ എന്താ വിചാരിച്ചതെന്നറിയാമോ? ഈ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ ബൾബ് 2 പീസായിട്ട് കിട്ടുന്ന. ഞാൻ തിരിച്ചിട്ടും ഇതൊരു 2 പീസാവുന്നില്ല. ഞാനോടത്ത് പണി പാളി. ഇനിയിപ്പോൾ ഇന്ത്യയിലെ ബൾബും ഇവിടുത്തെ ബൾബും വേറെ ആയിരിക്കുമോ, അതുകൊണ്ടായിരിക്കുമോ എന്ന് ഓർത്തു. എന്നിട്ടും ഞാൻ പഠിച്ച പണി 18 നോക്കി അവസാനം 2 എടുത്തു. അത് കഴിഞ്ഞപ്പോഴാണ് അടുത്ത പണി. ഇത് തിരിച്ച് വെച്ചിട്ട് ഇതിങ്ങനെ ഒട്ടിച്ച് വെക്കണമല്ലോ. അപ്പോൾ കുറച്ച് ഹൈറ്റിലിരുന്നാലല്ലേ ഭംഗി വരുള്ളൂ. പക്ഷേ എൻ്റെ ബൾബിൻ്റെ ആ താഴത്തെ ഫിലമെൻറ്റ് വരുന്ന പോർഷൻ അത്ര ഹൈറ്റ് പോരാ. അപ്പോൾ അതിൻ്റെ മേളിൽ എന്തെങ്കിലുമൊക്കെ അടപ്പ് വയ്ക്കുന്നതാണ് ഞാൻ പല വീഡിയോയിലും കണ്ടിട്ടുള്ളത്. എൻ്റെ കയ്യിലുള്ള അടപ്പെല്ലാം വെച്ചിട്ടും അങ്ങോട്ട് ഗുമ്മാവണില്ല. അവസാനം 2 അടപ്പ് ഇവിടെ നിന്നൊക്കെയോ തപ്പിപ്പിടിച്ച് വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കളറടിയും പെയിൻ്റ് അടിയൊക്കെ തന്നെ അവസാനം ഒരു വാർണിഷ് കോട്ടും കൊടുത്തു.